കേരളം വറ്റി വരണ്ടിരിക്കുകയാണ്. കൊടുംചൂടിൽ വലഞ്ഞ ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ അമ്പരപ്പിൽ. മറുഭാഗത്താകട്ടെ കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടിയിരിക്കുന്നു. ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് അത് കൈവിട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ കയ്യിൽ കരുതിയ വൈദ്യുതി മുഴുവൻ ചിലവാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് KSEB ഉള്ളത്. അമിത ഉപഭോഗം കാരണം നിരവധി ട്രാൻസ്ഫോമറുകൾ കത്തി നശിക്കുകയാണ്. ഇക്കാലയളവിൽ ഈ അടുത്തൊന്നും തന്നെ ഇത്രയധികം നാശനഷ്ടം KSEBക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് KSEB ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്നാൽ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യുമെന്ന അങ്കലാപ്പിലാണ് സർക്കാർ. ഈ സാഹചര്യത്തിലാണ് ഇതിനൊരു പോംവഴി എന്ന രീതിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ഒരു നീക്കം നടത്തണമെന്ന ആവശ്യം കൂടി ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കടുത്ത ഉഷ്ണതരംഗത്തിനുള്ള പ്രതിവിധി എന്ന രീതിയിലാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയരുന്നത്. മറ്റാരുമല്ല, തൃശൂർ കയ്പമംഗലം MLA ആയ ET ടൈസൺ മാസ്റ്ററാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഉഷ്ണതരംഗം കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അസഹനീയമാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ അവർ കൃത്രിമ മഴ പെയ്യിക്കാറുണ്ട്. ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ അത് വലിയ തോതിൽ ഉപയോഗം ചെയ്യാറുമുണ്ട്. മേഘങ്ങളിൽ രാസവസ്തു വിതറി മഴ പെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് അവർ അങ്ങനെ നടപ്പിലാക്കാറുള്ളത്. അത് കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആവശ്യപ്പെടുന്നത്. സമാനമായ ആവശ്യം ഒരു 7 വർഷങ്ങൾക്ക് മുൻപും ഉയർന്നിരുന്നു. അന്നും കടുത്ത വരൾച്ച അഭിമുഖീകരിച്ച സാഹചര്യത്തിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള പദ്ധതിയും തയ്യാറെടുപ്പും ഒക്കെ തന്നെ കേരളം നടത്തിയിരുന്നു. സമാനമായ രീതിയിൽ ഇത് ഇപ്പോൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ചിലവ് ചുരുക്കാനായി ഈ രംഗത്ത് വിദഗ്ധരായ UAEയുടെ സഹായം തേടിയാൽ മതിയെന്നാണ് ഈ കത്തിൽ MLA നിർദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ക്ലൗഡ് സീഡിംഗ് എന്നറിയപ്പെടുന്ന കൃത്രിമ മഴ നടത്തിയിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് മുതിരുന്നത്. 2014 മുതൽ തുടരുന്ന കൊടും വരൾച്ചയ്ക്ക് പരിഹാരമായി 2017 കർണാടക കൃത്രിമ മഴ പരീക്ഷണം നടത്തിയിരുന്നു. അമേരിക്കയിൽ നിന്നെത്തിച്ച BQ-100 വിമാനം വഴിയാണ് മേഘങ്ങളിൽ രാസപദാർത്ഥങ്ങൾ തളിച്ച് കൃത്രിമമായി മഴ പെയ്യിച്ചത്. ഏകദേശം 30 കോടിയോളം രൂപയാണ് അന്ന് അതിന് ചിലവായത്. എന്നാൽ വിമാനം വഴിയുള്ള സീഡിങ്ങിലെ വലിയ ചിലവ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള ക്ലൗഡ് സീഡിങ്ങിനാണ് ശാസ്ത്രജ്ഞർ പദ്ധതിയിട്ടത്. മേഘങ്ങൾ മഴ ചൊരിയണമെങ്കിൽ അവയിലെ ജലകണികകൾക്ക് വലിപ്പവും ഭാരവും ഒക്കെ തന്നെ ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് മഴയായി പെയ്യാത്തത്. പലപ്പോഴും മഴ പെയ്യാതെ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ആ സാഹചര്യത്തിലാണ് ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ മഴ പെയ്യിച്ച് കൃത്രിമമായി എത്തിക്കുന്നത്. ക്ലൗഡ് സീഡിംഗ് എന്ന ഈ സാങ്കേതിക വിദ്യ അനുസരിച്ച് മഴ പെയ്യാതെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ മേഘപാളികളിലേക്ക് ചെറു വിമാനങ്ങൾ വഴി രാസപദാർത്ഥം വിതറി അവയുടെ ഭാരം കൂടി മഴയായി താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം, സിൽവർ അയഡേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഖര കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവയാണ് കടത്തിവിടുന്നത്. ഇതോടെ മേഘകണങ്ങൾ മഴയായി പൊഴിയും. ഇത് സാധാരണ രീതിയിൽ മഴ പെയ്യിക്കുന്നതിനോ കൃത്രിമ മഞ്ഞ് വരുത്തുന്നതിനോ ആണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ പല മേഖലകളിലും കൂടുതലായി മൂടൽമഞ്ഞ് അനുഭവപ്പെടുമ്പോൾ അതിനെ കുറയ്ക്കാനും ഈ പ്രവർത്തനം ഉപയോഗിക്കാറുണ്ട്. കൃത്രിമ മഴ വിജയിക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ ചാരനിറത്തിലുള്ള മേഘങ്ങൾ ഉണ്ടാകണമെന്നതാണ് പ്രത്യേകത. കേരളത്തിൽ സാധാരണഗതിയിലുള്ള നീലമേഘങ്ങൾക്ക് പകരം ഇത്തരം ചാരമേഘങ്ങൾ ഉഷ്ണതരംഗത്തിനിടയിൽ ദൃശ്യമായിട്ടുണ്ടെന്നും വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ടായിരിക്കും ഈ നീക്കം നടത്തുക. സാധാരണഗതിയിൽ 2500 മുതൽ 4000 മീറ്റർ ഉയരത്തിൽ ദൃശ്യമാകുന്ന ആൾട്ടോ ക്യൂമുലസ്, സീറോ ക്യൂമുലസ്, സ്ട്രാറ്റസ് ഗണത്തിലുള്ള മേഘങ്ങളാൽ ആവൃതമാണ് അന്തരീക്ഷമെന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി അതിർത്തി പ്രദേശങ്ങളിൽ നമുക്ക് ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമമായി മഴ പെയ്യിച്ചെടുക്കാൻ കഴിയും. എങ്ങനെയാണ് ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഒരു പ്രക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഘുവായി പറയുകയാണെങ്കിൽ, നേരത്തെ പരാമർശിച്ച രാസവസ്തുക്കൾ, സിൽവർ അയഡൈഡോ മറ്റ് രാസവസ്തുക്കളോ ചെറുവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മേഘപാളികളിൽ ഇങ്ങനെ വിതറും. അതിനുശേഷം ഈ രാസവസ്തു മേഘങ്ങളിൽ എത്തിച്ചേരുന്നു. മേഘപാളികളെ അത് കൂടുതലായി തണുപ്പിക്കുന്നു. അത് ഐസ് ക്രിസ്റ്റലുകളായി രൂപാന്തരം പ്രാപിച്ച് മുകളിൽ നിന്നും താഴേക്ക് പൊഴിയും. എന്നാൽ ഒരു പരിധിയിൽ നിന്നും താഴേക്ക് ഐസ് വീഴുമ്പോൾ അവ അടുത്ത രൂപത്തിലേക്ക് മാറുന്നു. ദ്രവരൂപത്തിലേക്ക് മാറി മഴയായി ഭൂമിയിൽ പതിക്കുന്നു. ഇത്തരമൊരു ലഘു പദ്ധതിയായി കാണുന്നെങ്കിലും ഇതിന് ചിലവ് വളരെ വലുത് തന്നെയാണ്. 2005 കൊടും വരൾച്ച സമയത്ത് പാലക്കാട് ജില്ലയിൽ കൃത്രിമ മഴ പെയ്യിക്കാനായി അന്ന് കളക്ടർ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. കക്കി ഡാമിൻ്റെ പരിസരത്ത് പെയ്യാതെ നിൽക്കുന്ന മേഘങ്ങളിലേക്ക് സോഡിയം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈഡോ ഉപയോഗിച്ചുകൊണ്ടുള്ള പുകപടലങ്ങൾ കടത്തിവിടാനുള്ള പദ്ധതിയാണത്.